അസ്സലാമലൈക്കും. വറ്റാത്ത ഉറവയായ നമ്മുടെ സംസം. മഹത്തായ തവാഫിന് ശേഷം സംസം കുടിക്കാനായി ഹാജിമാർ വരുന്ന തിരക്കാണ് കാണുന്നത്. ഇബ്രാഹിം നബിയുടെയും ഹാജറ ബീവിയുടെയും മകനായ ഇസ്മായിൽ നബി ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞപ്പോൾ നബിയുടെ കാലടികൾ പതിച്ച മരുഭൂമിയിൽ അത്ഭുതകരമായി പൊട്ടിപ്പുറപ്പെട്ട ഉറവയാണ് സംസം. ആയിരക്കണക്കിന് വർഷങ്ങളായി വറ്റാത്ത ഒരു ഉറവയാണിത്. മക്കയിലും മദീനയിലും എത്തുന്ന നമ്മുടെ ഹാജിമാർ, ലക്ഷക്കണക്കിന് ഹാജിമാർ, തീർത്ഥാടകർക്ക് ഈ വെള്ളം കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റുന്നതാണ്. ഹാജറ ബീവി കാബയ്ക്കരികിലായി കുഞ്ഞിനെ കിടത്തിയിട്ട് വെള്ളത്തിനായി ഓടി അന്വേഷിച്ച് നടന്നപ്പോൾ വെള്ളത്തിനായി കരഞ്ഞ കുഞ്ഞിൻ്റെ കാൽപാദം തട്ടി അവിടെ ഉറവ പുറപ്പെടുകയായിരുന്നല്ലോ. അങ്ങനെ ആ ഉറവ വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഹാജറ ബീവി പറഞ്ഞു, സംസം അഥവാ അടങ്ങൂ. പണ്ട് ഈ സംസം കിണർ നമുക്ക് കഅബയുടെ അരികിലായി മുകളിൽ നിന്ന് കാണാൻ പാകത്തിനായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവർ മാറ്റിയിട്ട് മത്താഫിന് താഴെയിലാക്കി മാറ്റി. ഇന്നും പലതരത്തിലുള്ള ഗവേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉംറയ്ക്കും ഹജ്ജിനുമായിരുന്ന ഹാജിമാർ അത് ആവശ്യത്തിലധികം കുടിക്കുകയും നമുക്കത് കൊണ്ടുപോകാൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. സംസം വാട്ടർ പല സ്ഥലങ്ങളിലായിട്ട് സൈ ചെയ്യുന്നതിൻ്റെ ഓരോ നിലകളിലായിട്ടും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഹാജിമാർ സൈ ചെയ്യുന്ന സമയത്തും അല്ലാതെയുമായി എടുക്കാനും വിശ്രമിക്കുമ്പോൾ കുടിക്കാനും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അവർ ക്രമീകരിച്ച് വച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കളയുവാനും വേസ്റ്റ് വയ്ക്കാനും എല്ലാം, നിലത്ത് ചാടുന്ന വെള്ളങ്ങളാണെങ്കിൽ നീറ്റാക്കിയാലും അവർ സമയത്ത് ഒന്ന് നന്നാക്കി അത് ഇടുകയും ചെയ്യും. അങ്ങനെ ഹാജിമാർക്ക് ഒരു ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിലാണ് അവർ ഓരോ നിലയിലും വച്ചിരിക്കുന്നത്. സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പല ദുആകൾ മനസ്സിൽ കരുതിയിട്ടായിരിക്കുന്നത്. കാരണം ചിലപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനും അസുഖങ്ങൾ ഷിഫിയാക്കി കിട്ടാനും അങ്ങനെ പല നിയ്യത്തുകളും മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ആ സംസം വെള്ളം കുടിക്കുന്നത്. മക്കയിലാണ് ഈ സംസത്തിൻ്റെ ഉറവിടമെങ്കിലും നമുക്ക് മദീനയിലും ഇത് നല്ലപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഹജ്ജും ഉംറയും കഴിഞ്ഞ് മടങ്ങി പോകുന്ന തീർത്ഥാടകർക്ക് നമുക്ക് എയർപോർട്ടിൽ നിന്നും നമുക്ക് സംസം കളക്ട് ചെയ്ത് പോകാവുന്നതാണ്.